ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻസ്, ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ് എമ്മ, ഇത് എൻ്റെ മമ്മി മോളി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 7, 2024 ആദ്യം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുവാനിടയായി. അങ്ങനെ 2-3 സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് പ്രത്യേക നിയോഗങ്ങളോ ആവശ്യങ്ങളോ ഒന്നും വയ്ക്കുവാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയോ അല്ല ഞങ്ങൾ വന്നത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാന്നിധ്യവും അനുഭവം ഉണ്ടായത്, ഒരിക്കൽ ഒരു സന്ധ്യാസമയമൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ ഇങ്ങനെ നിറയെ മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. എല്ലാ റൂമിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തു ഇത് എന്തായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യം വീണ്ടും കേൾക്കാനിടയായി. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ചേച്ചി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ ചേച്ചിക്ക് മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അനുഭവം, അത് മാതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായി ഞങ്ങളുടെ കൂടെയും മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഒക്ടോബർ 7 ആണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. എൻ്റേത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ കുഞ്ഞ് ഓപ്പോസിറ്റീവ് ആയിരുന്നു. അപ്പം RH ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് എൻ്റെ ബ്ലഡിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പായിട്ട് കുഞ്ഞിൻ്റെ RBCനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോൾ 8ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞ് വയറ്റ് വെച്ച് തന്നെ അനീമിക്കായി തുടങ്ങി. അപ്പം 8ാമത്തെ മാസം ഡെലിവറി ആയപ്പോൾ തന്നെ കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്തു. 2 പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. പിന്നെ ഡോക്ടർ അമൃതയിലേക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, വല്ലാണ്ടൊരു ഭയമൊക്കെ ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നില്ല. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഈ നെഗറ്റീവ് ബ്ലഡുള്ള മദേഴ്സിന് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നതാണ്. പക്ഷേ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ 8th മന്തിൽ വന്നതുകൊണ്ട് ഇനിയൊരു പ്രഗ്നൻസി ഡിഫിക്കൽട്ടാണ്. ഇനിയൊരു പ്രഗ്നൻസി വരുമ്പം കുഞ്ഞ് കുറച്ചും കൂടി നേരത്തെ അനീമിക്കാവും. അപ്പോൾ നമുക്ക് വയറ്റിൽ വെച്ച് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഉടമ്പടി 2-3 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് കൂടിയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെയും കൂടി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഇഷ്യൂവും പ്രോബ്ലവും ഒക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നു. പക്ഷേ ഈശോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭയവും ടെൻഷനും ഒക്കെ പോയി. 2ാമത്തെ പ്രഗ്നൻസി ഞങ്ങൾ ഒത്തിരി പേടിച്ചായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ പേടി, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് 3ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനോ ഒരു ഭയമൊന്നും ഉണ്ടായില്ല. കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഡോക്ടർ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിന് പോകുമ്പോഴും എല്ലാം ഡെയിലി ബ്ലഡ് കൂടുമ്പോൾ എൻ്റെ സ്കാൻ റിപ്പോർട്ട്സും എല്ലാം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓരോ സ്കാനിന് പോകുമ്പോഴും കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. എൻ്റെ 2ാമത്തെ കുഞ്ഞ് 8ാമത്തെ മാസത്തിലാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ അനീമിക്കാൻ തുടങ്ങിയത്. പക്ഷേ 3ാമത്തെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 33ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു,
ജീന ചിലപ്പം കുഞ്ഞ് ഓ നെഗറ്റീവ് തന്നെ ആയിരിക്കും, എൻ്റെ അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ശരിയായിരിക്കും, ഈശോ ഞങ്ങൾക്ക് നെഗറ്റീവ് ബ്ലഡുള്ള ഒരു കുഞ്ഞിനെ ആയിരിക്കും തന്നത്, ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ 35-ാമത്തെ ആഴ്ച ഞാൻ നാട്ടിൽ ഡെലിവറി ഇവിടെയായിരുന്നു. അപ്പം നാട്ടിൽ വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് മൂന്നാമത്തേതും, അത് ഒന്നും കൂടി റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടറും പറഞ്ഞു മിക്കവാറും കുഞ്ഞ് ഓ നെഗറ്റീവ് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടാകാത്തതെന്ന്. അങ്ങനെ 37-ാമത്തെ ആഴ്ച 9-ാമത്തെ മാസത്തിൽ തന്നെയാണ് എൻ്റെ മൂന്നാമത്തെ ഞങ്ങളുടെ മോളുണ്ടാകുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത നോർമൽ ഡെലിവറിയിലാണ് കുഞ്ഞുണ്ടായത്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടായത്. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാണ്. അപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടി ഇപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞ് ഓ നെഗറ്റീവ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞ് ഓ പോസിറ്റീവ് ആകുവാണെങ്കിൽ ഇത് ഈശോയുടെ വലിയൊരു ഒരു പ്രവൃത്തിയാണ്. എനിക്ക് ഈശോയെ കൂടുതൽ ഈ അൾത്താരിൽ വന്ന് മഹത്വപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ വെറുതെ അമ്മയോട് പറഞ്ഞതാണ്, അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ഓ പോസിറ്റീവാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് DCT ടെസ്റ്റ് ചെയ്തപ്പം അത് പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ബ്ലഡിലെ ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ ബ്ലഡിലും ഉണ്ട്, പക്ഷേ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഡെലിവറിയുടെ സമയത്താണെങ്കിലും ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ അത് അനുവദിക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കഴുത്തിലൊരു ബന്ധിങ്ങത്തിൽ ഉടമ്പടി കാശുരൂപം ഞാൻ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി ഒന്നും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എല്ലാം ഡെലിവറിക്ക് ശേഷം പിന്നെ കുഞ്ഞ് DCT പോസിറ്റീവ് ആയതുകൊണ്ട് ആൻറ്റിബോഡി റിയാക്ഷൻ ചെറുതായിട്ട് അതിന് ശേഷം ഉണ്ടായി. പക്ഷേ അതൊന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം സോൾവായി. ഞങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിനെ ലഭിച്ചു. മൂന്നാമത്തെ കുഞ്ഞ് വയറ്റി വെച്ച് തന്നെ പ്രോബ്ലം ആയിരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കുഴപ്പവും കൂടാതെ ഈശോ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് മൂന്നാമത്തെ ഞങ്ങളുടെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് എമ്മ എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് ജോലിയുടെ ഒരു സാക്ഷ്യമാണ്, അത് ഹസ്ബൻഡ് പറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബിൻസ്, ഞാൻ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലിയുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല, എപ്പോഴും സ്ട്രെസ്സായിരിക്കും, എപ്പോഴും എസ്കലേഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സ്ട്രെസ് അത്ര അനുഭവപ്പെട്ടിട്ടില്ല. എപ്പോഴും ഒരാൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലാണ് എനിക്ക് എപ്പോഴും. എങ്ങോട്ട് പോകുമ്പോഴും ഓഡിറ്റുകളും എപ്പോഴും വന്നു കഴിഞ്ഞാലും ഇങ്ങനെ മുമ്പൊക്കെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാൾ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ട്. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കർത്താവുണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഈ ജോലി സമയം കിട്ടാത്തത് കാരണം ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു എനിക്കൊരു ജോലിയിലൊരു മാറ്റം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തരുന്നത്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മാനേജർ എന്നോട് പറയും, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി പിന്നെയും ഓപ്പൺ ആയിട്ടുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യും. അത് ഒരു എഫേർട്ടും ഇല്ലാതെ അത് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കിട്ടാനുള്ള സാഹചര്യം, അത് വർക്ക് ചെയ്ത ഒരാൾ ഒരു ഇയർലി റിട്ടയർമെൻ്റ് എടുത്തു. അങ്ങനെ ദൈവം എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി. അപ്പോൾ ഞാനിപ്പോൾ സർവീസ് ഇന്നോവേഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത് ദൈവകൃപയാലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടൊരു റോഡ് ടാർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈശോ അത് സാധിച്ചു തന്നു. പക്ഷേ അന്ന് ടാർ ചെയ്ത് കഴിഞ്ഞ് കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിട്ടാണ് വന്നത്. പക്ഷേ അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടിയപ്പം ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ റോഡ് പണിയും അതിനുണ്ടാകുന്ന കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു.
എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴക്കാറ് കയറി. ഇപ്പോൾ തന്നെ മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയായി. ഒരുപാട് മൂടിക്കെട്ടിയ ഒരവസ്ഥ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു തുള്ളി മഴ പോലും അന്ന് പെയ്തില്ല. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ പെയ്യാത്തേ ഉള്ളൂ. ചുറ്റും ഉള്ള സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തു, നല്ല ശക്തമായിട്ട് മഴ പെയ്തു. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്തില്ല. ഞങ്ങൾക്കതൊരു വലിയ അത്ഭുതമാണ്. മാതാവിൻ്റെ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്കത്. പിന്നെ ഞങ്ങൾക്കുള്ള ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോയോട് ചോദിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. സ്വന്തമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനിപ്പോൾ അറിയത്തില്ല. എല്ലാം ഈശോയോട് ചോദിച്ച് ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ഈശോ ഞങ്ങളെ കൃത്യമായിട്ടുള്ള വചനങ്ങൾ തന്ന് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾ പോലും ഈശോയോട് ചോദിച്ച് ചെയ്യാറുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം ആയിരിക്കില്ല ഈശോയുടെ ഇഷ്ടം, പക്ഷേ ഈശോയുടെ ഇഷ്ടത്തിന് ഞങ്ങളങ്ങ് വിട്ടുകൊടുക്കും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുമുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 3 ആഴ്ച കൂടുമ്പം മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. നേരത്തെ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കുമ്പസാരിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയൊന്നും ഇല്ല, അനുതാപമൊന്നും ഇല്ലാതെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. ഞങ്ങളുടെ മക്കളെയും കൂട്ടി ഞങ്ങൾ പോകും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഈശോനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അത് വലിയൊരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി കുമ്പസാരിച്ചിട്ട് ആ പാപം ഏറ്റു പറഞ്ഞ് അനുദപിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കുർബാന സ്വീകരിക്കാറുള്ളൂ. പിന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിലാണെങ്കിലും ഇപ്പോൾ ഈശോയെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈശോ അങ്ങനെ ചെയ്തു, ഈശോ ഇങ്ങനെ ചെയ്തു, ഈശോ അങ്ങനെ നമ്മൾ അനുഗ്രഹിച്ചല്ലോ, അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ഈശോയുള്ള സ്നേഹം ഞങ്ങൾക്ക് ഒരുപാട് കൂടി. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ഹോമുണ്ട്. 10 കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്റർ നടത്തുന്നതാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ കറി ഉണ്ടാക്കി കൊടുക്കും. അത് ഞങ്ങൾ ഇന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള സഹായം പൈസയായിട്ടും ഞങ്ങൾ സിസ്റ്ററിന് കൊടുത്ത് സഹായിക്കും. അതുകൂടാതെ തന്നെ എല്ലാ മാസവും സിസ്റ്ററിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ സിസ്റ്ററിനെ ഞങ്ങൾ പരിചയപ്പെടുന്നതിനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബാംഗ്ലൂർ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണം, കാരുണ്യ പ്രവൃത്തി എങ്ങനെ സഹായിക്കണം, അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ പോയിട്ട് ആ പള്ളിയിൽ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു ആരെങ്കിലും ഒരു വഴി കാണിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയ സമയത്താണ് ഈ സിസ്റ്ററിനെ ഞങ്ങൾ വളരെ യാദൃശ്യമായിട്ട് കാണുന്നത്. ആ സിസ്റ്റർ ഞങ്ങൾ കാറ് കൈ കാണിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, എന്നെ ഒന്ന് ടൗണിലേക്ക് ഇറക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ ആ സിസ്റ്റർ സംസാരിച്ച് വന്നപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മാതാവിനോട് പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ മാതാവ് ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ആര് സഹായം ചോദിച്ചാലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. പെട്ടെന്നൊരു ചിന്ത നമുക്ക് വരും, ഉണ്ടോ കൊടുക്കാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുത്ത് സഹായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളത് റോഡിലൂടെ നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കുരിശ് വരച്ച് ആണ് പത്രം കൊടുക്കുന്നത്. റോഡിലൂടെ നടന്ന് പത്രം കൊടുക്കും. അതുപോലെ കന്നഡ ചർച്ചിലും ആണ് ഇംഗ്ലീഷ് പത്രവും കന്നഡ പത്രവും കൊടുക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഓഫീസിലെ ഒരു കാര്യത്തിന് പൂനെയിൽ പോയപ്പം ഹിന്ദി പത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരോട് ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാം ഞങ്ങൾ മറ്റുള്ളവർക്ക് ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ ഞാൻ ഡെയിലി ബ്രെഡ് കൂടത്തുള്ളൂ. 5:30 ആകുമ്പം കൃത്യം കൂടും, പക്ഷെ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉടമ്പടി ധ്യാനവും ഞങ്ങൾ മുടക്കിയിട്ടില്ല.
എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും തന്നെ ഉടമ്പടി ധ്യാനം കണ്ടു തീർക്കാൻ ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് കണ്ടു തീർക്കും. എല്ലാ ഉടമ്പടി ധ്യാനവും ഞങ്ങൾ ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളത്. അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നിത്യരക്ഷ ലക്ഷ്യമാക്കിയുള്ള ഈ ഒരു ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞങ്ങൾ തിരുത്തി ജീവിതം മെച്ചപ്പെടുത്തി ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതം തുടരുകയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 23-ാം തിരുവചനം. അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. ജോബിൻസ്, ജീന എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും വലിയ ഒരു ഇടപെടലാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വ്യക്തമായും ഇതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഇടപെടലാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും. ജീന പറഞ്ഞതുപോലെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പ്രസൻസ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആ കുടുംബത്തിലുണ്ടായ അവരുടെ വീടിനകത്ത് മുഴുവൻ മഞ്ഞ് നിറഞ്ഞ ഒരു അനുഭവം, ഒരു തണുക്കുന്ന ഒരു അത്ഭുതം, തലോടലിൻ്റെ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി. ഓൺലൈനിലൂടെ ഉടമ്പടിയെടുത്ത് വളരെ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഇവർക്ക് ദൈവം ഇന്നും കൂടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം നമുക്ക് ഉടമ്പടിയിൽ ആ ഉപ്പ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈശോ നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ഇസ്രായേൽക്കാരോടൊപ്പം ദൈവം സഞ്ചരിക്കുമ്പോൾ ആ വാഗ്ദാന പേടകത്തിൽ മേഘം വന്ന് ആവൃതമാകുന്നതും വളരെ നാളുകൾ ആ മേഘം ആ കൂടാരത്തെ മൂടി കുറേ നാളുകൾക്ക് ശേഷം മേഘം ഉയർന്നു പൊങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ദൈവത്തോടൊപ്പം അവർ യാത്ര ചെയ്യുന്നതായി, വാഗ്ദത്ത ഭൂമിയിലേക്ക് നടന്നു നീങ്ങുന്നതായി നമുക്ക് കാണാം. ഈ ഉടമ്പടി എന്ന് പറയുന്നതും ഒരു നിത്യതയിലേക്കുള്ള നമ്മുടെ ഈ പ്രയാണത്തിലുള്ള ഒരു ദൈവത്തോടൊപ്പമുള്ള സഞ്ചാരമാണ്. അത് പൂർത്തിയാക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്നത്. ഇവർ രണ്ടുപേരും തന്നെ വളരെ ഹൈ പ്രൊഫൈൽഡ് ഡെസിഗ്നേഷനുള്ള വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറയുമ്പോൾ ഉണ്ടായ അവരുടെ വലിയ ഒരു ഏറ്റുപറച്ചിലാണ്, ശക്തനായവൻ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ അവർക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നതായി നമുക്ക് കാണാം. അവരുടെ ഒരു ബ്ലഡിലുണ്ടായ ഇൻകോമ്പറ്റബിലിറ്റിയെക്കുറിച്ച് ജീന സംസാരിക്കുകയുണ്ടായി. അവർക്ക് 3ാമത്തെ കുഞ്ഞിനെ ഉണ്ടാകുവാനുള്ള ഒരു അസാധ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വലിയ സങ്കടത്തെ, ആശങ്കയെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ഓമനത്വമുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി അനുഗ്രഹിച്ചതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ ഭയമില്ലാതായി. കാരണം അവരുടെ എല്ലാ തീരുമാനങ്ങളും ചർച്ചകളും എല്ലാം വചനത്തിലൂടെയായിരുന്നു. വചനം പങ്കുവെച്ചുകൊണ്ട് വചനം തുറന്നു നോക്കി ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ ജോബിൻസിനും വളരെ സ്ട്രെസ്സുള്ള ഒരു ജോലിയുടെ അവസ്ഥയിൽ എനിക്ക് കുറച്ചുകൂടി ദൈവാനുഭവത്തിലേക്കും ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ നല്ല ഒരു ജോലിയിലൊരു മാറ്റം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ നൽകിയ ഒരു വലിയ ഇടപെടൽ നമുക്ക്, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് കേൾക്കുവാനിടയായി. കാരണം ഇവർക്ക് റോഡ് പണിയുടെ സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു. എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ മൂടൽമഞ്ഞും കാർമേഘവും വന്നാലും അതിനെ പ്രാവർത്തികമാക്കുന്നത് ഈശോ ആണ്.
ഇവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഡെയിലി ബ്രെഡിലൂടെ അച്ഛന് മെസ്സേജ് നൽകുകയുണ്ടായി. നമുക്ക് ഈശോയിൽ പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം ഈശോ മാത്രമാണ് നമ്മുടെ രക്ഷകനും നാഥനും. ജീനയ്ക്കും ജോബിൻസിനും ലഭിച്ച, കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.